അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നുപോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ വിശ്വാസത്തിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, യേശുവിനെ അറിഞ്ഞാൽ നാം രക്ഷിക്കപ്പെടും അല്ലെങ്കിൽ രക്ഷപ്പെടുമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കാനിടയായി തീർന്നത്. എന്നാൽ കർത്താവ് സംസാരിച്ച വചനങ്ങളെ നമ്മൾ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അതനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പുതിയ ആത്മീയ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ഉയർന്ന ആത്മീയ അനുഭവങ്ങളിലേക്ക് വരുവാൻ തക്കോണം അത് നമ്മളെ സഹായിക്കുന്നു. രക്ഷപ്പെടുന്ന അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ പിടിയിൽ നിന്നും പുറത്തു വരുന്ന അനുഭവത്തിൽ നിന്നും ആത്മീയമായ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ സഹായിക്കും. യേശു പറഞ്ഞ വാക്കുകൾ എന്താണോ, യേശുവിൻ്റെ വചനങ്ങൾ എന്താണോ, അതിനെ അനുസരിക്കുന്ന ഒരു വ്യക്തി അടുത്തൊരു ആത്മീയ അനുഭവത്തിലേക്ക് വരും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. വലിയ ഉയർച്ചയും ദൈവിക അനുഭവങ്ങളും നിങ്ങളുടെ ലൈഫിലുണ്ടാകട്ടെ. മെസ്സേജ് ശ്രദ്ധയോടെ കേട്ടാട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് ആത്മലോകത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ തുടർമാനമായൊരു ക്ലാസ്സാണ് എടുക്കുന്നത്. പക്ഷേ ഇന്ന് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായ ചില ചിന്തകൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളുടെയും രഹസ്യം നമുക്ക് അറിവില്ലാത്തതാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നതും പല നന്മകളിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നതും നമ്മുടെ ഉയർച്ചകൾ നഷ്ടപ്പെടുന്നതും എല്ലാം ഒരു ഭാഗത്ത് പറഞ്ഞ് നമ്മുടെ അറിവില്ലായ്മയാണ്. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യോഹന്നാൻ 17 അത് 3-ാമത്തെ വാക്യം. നിങ്ങൾ ആരെങ്കിലും വായിക്കാവോ? ഏക സത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. യോഹന്നാൻ പറയുക, സത്യമായ ദൈവത്തെയും അതിനോടൊപ്പം യേശുവിനെയും ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ നിത്യജീവനാണ്. ഒന്ന് കരമുയർത്തി പറയാം. യേശുവിനെ, പിതാവായ ദൈവത്തെയും യേശുവിനെയും ആരെങ്കിലും അറിയുന്ന നിമിഷം മുതൽ നിത്യജീവനിലേക്ക് കടക്കുക. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, യേശുവിനെ അറിഞ്ഞ എത്രയോ ആളുകൾ പരാജയത്തിലാണ് കിടക്കുന്നത്. എത്രയോ വിശുദ്ധന്മാരായ ആളുകൾ രോഗികളാണ്. അയാൾ എന്തൊരു നല്ല മനുഷ്യനായിരുന്നു, കർത്താവിൻ്റെ വേലയിൽ എത്രയോ അങ്ങനെ ചിന്തിച്ച ഒത്തിരി ആളുകൾ തകർച്ചയിലാണ് കിടക്കുന്നത്. ഒരു നല്ല ആമേൻ പറയൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതെന്താ എൻ്റെ കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിനെ ഒരാൾ അറിയുന്നു, പിതാവാം ദൈവത്തെയും യേശുവിനെയും സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുവിനെ അറിയുന്ന നിമിഷം മുതൽ അയാൾ നിത്യതയിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. ഒരു നല്ല ഹല്ലേലൂയ. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയട്ടെ. യേശുവിനെ, ഇത് നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ഞെട്ടൽ വരാൻ പോവാ. നിങ്ങളെല്ലാവരും ഷോക്കോടെ കേൾക്കാൻ പോവോ. യേശുവിനെ അറിയുന്നത് കൊണ്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകത്തില്ല. ഉണ്ടോ? നിങ്ങളെല്ലാവരും ഞെട്ടിയില്ലേ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ? അടുത്തിരിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞ വാചകം എന്ന് പറഞ്ഞ്, യേശുവിനെ അറിയുന്നത് കൊണ്ട് മാത്രം എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകത്തില്ല. കണ്ടോ? ദീർഘശ്വാസം വിട്ടെ.
ഞാനിതുവരെ മനസ്സിലാക്കിയിരുന്നത് യേശുവിനെ അറിഞ്ഞാൽ മതി. കണ്ടോ, യേശുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാ. ഞാൻ അതിന് എതിരല്ല. ബൈബിൾ പറയുന്നു പിതാവാം ദൈവത്തെയും യേശുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശുവിനെ അറിയുന്നത് കൊണ്ട്, യേശുവിനെ ഒരാൾ അറിഞ്ഞതുകൊണ്ട് മാത്രം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവത്തില്ല. യേശുവിനെ അറിയുന്നതോടുകൂടെ ഒരാളുടെ അകത്തേക്ക് ഒരു വലിയ ദൈവിക പ്രത്യാശ ഉണ്ടാകും. പക്ഷേ യേശുവിനെ അറിഞ്ഞയാൾ അയാളുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ യേശു ആ കാര്യത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് പഠിപ്പിച്ചത് മനസ്സിലായെങ്കിൽ മാത്രമേ പുറത്തു വരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഒരു ആമേൻ പറയാമോ? അനേകർ യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ അറിഞ്ഞിരിക്കുന്ന പലർക്കും അവരായിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് അറിയത്തില്ല. ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയാ പുറത്തു വരേണ്ടതെന്ന് വേദപുസ്തകം എന്താണോ പറയുന്നത് അതൊരാൾ ഗ്രഹിക്കുന്നതോടു കൂടെയാണ് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത്. അപ്പൊ യേശുവിനെ അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞ മോശം ശ്രദ്ധിച്ചോ, നിങ്ങൾ ആരെങ്കിലും യേശുവിനെ അറിഞ്ഞാൽ ആ അറിയുന്നയാൾ എവിടെ കിടക്കും? സ്വർഗത്തിലേക്ക് കടക്കപ്പെടും. പക്ഷെ ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ അവർ പ്രശ്നത്തിലൂടെയാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അവർക്ക് ഡെലിവറൻസ് ഇല്ല എങ്കിൽ അതിൻ്റെ കാരണം യേശുവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് തീരത്തില്ല. യേശു പറഞ്ഞതും കൂടെ ഗ്രഹിക്കണം. യേശു ആ മേഖലയിൽ എങ്ങനെയാ പുറത്തു വരേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകണം. ഒരു ഉദാഹരണം പറയാം. നമ്മൾ സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങളിൽ കൂടുതൽ പേരും ചെയ്യുന്നത് സാമ്പത്തിക പ്രശ്നം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഒരു സ്ഥലത്തും സാമ്പത്തിക പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അപ്പോസ്തലന്മാരോ യേശുവോ പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ അകത്ത് എൻ്റെ അടുത്ത് നിങ്ങൾ വന്ന് പറഞ്ഞാലും എനിക്ക് പറയാൻ ഇഷ്ടം നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം മാറാൻ ഞാൻ പ്രാർത്ഥിക്കാന്നാണ്. പക്ഷെ ബൈബിൾ പറയുന്നൊരു സൊല്യൂഷനാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറണമെങ്കിൽ പ്രാർത്ഥിക്കാനല്ല കർത്താവ് പറഞ്ഞ്. വളരെ വ്യക്തമാണ്, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം തീരേണ്ടതിന് നിങ്ങളായിരിക്കുന്ന, നിങ്ങൾക്ക് നൽകുന്ന ദൈവം നൽകുന്ന നന്മതിൽ നിന്ന് 10% മിനിമം നിങ്ങൾ മാറ്റിവെക്കാനാണ് പറഞ്ഞേ. നിങ്ങളുടെ കൈയടിക്കാൻ ആരുമില്ല, കണ്ടോ? ഒരു ഹല്ലേലൂയ പറയുന്നില്ല ആരും. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി ജിജോ. പ്രാന്തിക പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പലരും എന്ത് ചെയ്യാൻ തയ്യാറാ? പ്രാർത്ഥിക്കാൻ തയ്യാറാ. യേശുവേ എന്നെ വിടുവിക്കണമെന്ന് പറയാൻ തയ്യാറാ. പക്ഷെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേദപുസ്തകം പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്നൊരു ഭാഗം മനഃപൂർവ്വമായി സുവിശേഷ വിലയ്ക്ക് കൊടുക്കണം. പക്ഷെ നമ്മൾ പറയുന്നത് എന്നാണെന്നറിയോ? നമ്മുടെ കടങ്ങൾ തീരട്ടെ, അതിനുശേഷം കൊടുക്കാമെന്നാണ്. നിങ്ങളുടെ കടം തീരണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, കടം തീരുമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ കൊടുക്കുന്നയാളിനോട് എനിക്ക് പറയാനുണ്ട്, അത് ബൈബിളിലെ പ്രിൻസിപ്പിളാണ്, അത് അങ്ങനെ സംഭവിക്കാം. യേശു കർത്താവ് പറഞ്ഞില്ല രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. യാക്കോബിന്റെ ലേഖനം പറഞ്ഞു, നിങ്ങൾ രോഗിയായിരിക്കുന്നവൻ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. അതൊഴികെ അധികം വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയത്തില്ല യേശു രോഗികൾക്കായി പ്രാർത്ഥിച്ചത്. ജോന മുളുങ്ങു വന്നേ. ഇത് ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കേ. സാധാരണ നമ്മുടെ അടുക്കൽ ഒരു രോഗി വന്നാൽ നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? യേശുവേ നീ തൊടണമേ, അങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞില്ല. യേശുവേ നീ രക്ഷിക്കണേ, അങ്ങനെ പ്രാർത്ഥിക്കാനും കർത്താവ് പറഞ്ഞില്ല. യേശുവേ ഈ മോളുടെ മേലെ പ്രശ്നത്തെ നീ നീക്കണമേ, അങ്ങനെയും കർത്താവ് പറഞ്ഞില്ല. പക്ഷെ നമ്മൾ അങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ. നിങ്ങൾക്കൊന്നും വേണ്ടാത്ത എന്താ? യേശു പറഞ്ഞതാ, എന്റെ നാമത്തിൽ നിങ്ങൾ രോഗിയെ സൗഖ്യമാക്കാനാ പറഞ്ഞേ. നിങ്ങൾ കൈയടിക്കാത്ത എന്താ? Come on, വായി തുറക്ക്, ഒരു ആമേൻ പറ. എന്ന് പറഞ്ഞാൽ രോഗിയായിരിക്കുന്ന ഒരാൾ വന്നാൽ അയാളുടെ ദേഹത്തോട് കൈവച്ച്, അയാളുടെ തലയിലോട് കൈവച്ച്, അയാളുടെ ദേഹത്തോട് കൈവച്ച് ആ രോഗത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് അയാളെ സൗഖ്യമാക്കാനാ കർത്താവ് പറഞ്ഞേ. അല്ലാതെ യേശുവെ കൈ നീട്ടണമേ, യേശുവെ കൈ നീട്ടി തൊടണമേ, യേശുവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞില്ല.
എന്ന് പറഞ്ഞാൽ നമ്മുടെ പല പ്രശ്നങ്ങളുടെയും പരിഹാരം യേശുവിനെ അറിഞ്ഞുകൊണ്ട് മാത്രം തീരുന്നില്ല. യേശു പറഞ്ഞതുകൂടെ അറിഞ്ഞാലേ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? പക്ഷെ ഞാൻ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമാണ് പലരുടെയും ഇന്നത്തെ അണ്ടർസ്റ്റാൻഡിങ്. എനിക്ക് യേശുവിനെ അറിയാം, യേശു രക്ഷകനാണ്, യേശു. നോക്കുക, യേശുവിനെ കുറിച്ച് നിങ്ങളായിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാകാൻ, നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുവാൻ ബൈബിളിൽ യേശു നിർദ്ദേശിച്ചത് എന്താണോ അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അവിടെയാണ് പരിഹാരം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് ലൂക്കോസ് 6:47 പറഞ്ഞത്, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ടു ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ തൃശ്ശൂരിൽ ഈ മെസ്സേജ് പറയുമ്പോൾ കുറച്ച് വ്യത്യസ്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ മെസ്സേജ് കേൾക്കണം. ഞാനൊരു ക്ലാസ് കുറേ നാളുകൾക്ക് ശേഷം എടുത്തത്. വചനം പഠിപ്പിക്കാൻ ഞാൻ നിൽക്കാറില്ല, പ്രസംഗിക്കാനാണ് എനിക്കിഷ്ടം. അല്ല, പഠിപ്പിക്കാനാണ് ഇഷ്ടം, പക്ഷേ പ്രസംഗിക്കാറാണ് പതിവ്. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് അങ്ങനെ. സോ നിങ്ങളത് കേൾക്കണം. ഇവിടെ എഴുതിയിരിക്കുന്ന വാചകം കൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് പറയാം. അടുത്ത വാചകം പറയാം, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന വീട് പണിയുന്ന മനുഷ്യനോട് തുല്യം. അതിൻ്റെ മേൽ കാറ്റടിച്ചു, മഴ പെയ്തു. മത്തായി സുവിശേഷം അങ്ങനെ പറയുന്നത്, കാറ്റടിച്ചു, മഴ പെയ്തു. ഇവിടെ എഴുതിയിരിക്കുന്ന വെള്ളം പൊങ്ങി അതിനെ അടിച്ചു. ആ അടിച്ച സമയത്ത് ആ വീട് വീണില്ല. അതിൻ്റെ കാരണം പറയുന്നത് അത് ആഴത്തിൽ അടിസ്ഥാനമിട്ട് പാറമേൽ അടിസ്ഥാനമിട്ട് പണിഞ്ഞ വീടായിരുന്നു. ഈ വാചകങ്ങൾ വായിക്കുമ്പോഴൊക്കെ പണ്ട് മുതലേ ഞാൻ പറയാറുള്ളത്, യേശുവിൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് എന്നെ അനുസരിക്കുന്നവൻ, അത് ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം വരുത്, മോഷണം വരുത്, കള്ളം പറയരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് കർത്താവ് പറഞ്ഞത് അനുസരിക്കണമെന്നായിരുന്നു പണ്ട് ഞങ്ങൾ പ്രസംഗിച്ചിരുന്നേ. പക്ഷേ കർത്താവ് പറഞ്ഞ അതല്ല. കർത്താവ് പറഞ്ഞതാ, ഞാൻ നിങ്ങൾക്ക് ചില പ്രിൻസിപ്പിളുകൾ പറഞ്ഞു തരാം. ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട്, ഒരു വീട് വെക്കുന്നതിന് ഒരു ആർക്കിടെക്ചറിനോടോ ഒരു എഞ്ചിനീയറോടോ ചെന്നാൽ അവർ പറയും, ഇങ്ങനെയാണ് ആ വീട് പണിയേണ്ടത്. എൻ്റെ വീട് മണലുള്ളൊരു സ്ഥലത്താണ് പണിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ആ വീട് ഒരു സൈഡിന് അതൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ ആ വീട് പണിയാൻ ചന്ദ്രൻ ബ്രദർ വന്നപ്പോൾ ഞങ്ങൾ അതിന് അടിസ്ഥാനം നോക്കിയപ്പോഴാണ് മനസ്സിലായത് പൈൽ ചെയ്തിട്ടാണ് വീട് പണിഞ്ഞിട്ടുള്ളത്. പൈൽ ചെയ്ത് പണിഞ്ഞാൽ ആ വീട് നിലനിൽക്കത്തുള്ളൂ. കാരണം 2 അടി കുഴിച്ചാൽ വെള്ളമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തിനനുസരിച്ച്, ഓരോ സാഹചര്യത്തിനനുസരിച്ച് ആ വീട് പണിയേണ്ടതിന് ഒരു ഹല്ലേലൂയ പറയാം, ആ വീട് പണിയേണ്ടതിന് ചില ആലോചനകളുണ്ട്, അല്ലെങ്കിൽ ആ പണിയേണ്ടുന്ന രീതികളുണ്ട്. ആ രീതിയിൽ പണിഞ്ഞാലേ അത് നിലനിൽക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചില മിസ്റ്ററികൾ പറഞ്ഞു തരാം. ആ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും അത് ചെയ്താൽ അവരുടെ ലൈഫ് ഒരു നാളും പിശാചിന് തൊടാൻ കഴിയത്തില്ല. Is it clear? ഒരു നല്ല ആമേൻ പറയാവോ? എന്ന് പറഞ്ഞാൽ വീട് വെക്കുന്നതിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അടിസ്ഥാനം ഇട്ടു, അതിന് മേൽ കട്ട ഇട്ടുകയല്ല ചെയ്യുന്നത്. അടിസ്ഥാനം ഇട്ടിട്ട് അതിന് മേളിൽ എന്ത് ചെയ്യും? അതിന് മേലിൽ ഒരു ബെൽറ്റ് വാർക്കും. എന്തിനാ ബെൽറ്റ് വാർക്കുന്നത് ചന്ദ്രൻ ബ്രദറെ? അല്ലെങ്കിൽ കട്ട വെച്ചാൽ പല ഷേപ്പിലിരിക്കും അല്ലേ? അങ്ങനെയല്ലേ? അതിന് മേൽ കട്ടള വയ്ക്കും. കട്ടള വെച്ചതിന് ശേഷം വീണ്ടും ഒരു ലെൻഡിൽ വാർക്കും. എന്തിനാ ലെൻഡിൽ വാർക്കുന്നത്? അങ്ങനെ പണിഞ്ഞാൽ പോരെ? ലെൻഡിലിന് മേളിലെ മാത്രമേ അടുത്ത കട്ട വയ്ക്കാനൊക്കത്തുള്ളൂ. അതതിൻ്റെ കാരണം. എന്ന് പറഞ്ഞാൽ വീട് പണിയുന്നതിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാതെ ഒരാൾക്ക് വീട് പണിയാൻ പറ്റത്തില്ല. നിങ്ങളൊന്നും മിണ്ടാത്തേ. എന്ന് പറഞ്ഞാൽ ആഴത്തിൽ എൻ്റെ വചനം കേട്ടിട്ട് എൻ്റെ വചനത്തിൽ നിന്ന് ചില സത്യങ്ങളെ നിങ്ങൾ ഗ്രഹിച്ചിട്ട്, യേശു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കും. ആ സത്യങ്ങളാണ് നിങ്ങളുടെ അകത്തേക്ക് വരുന്നതെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചിലത് സംഭവിക്കാനിടയാകും. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയല്ലേ? ഒരു നല്ല ആമേൻ പറ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, യേശുവിനെ അറിഞ്ഞുകൊണ്ട് മാത്രം പ്രശ്നം തീരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ പലരും ശ്വാസം പോയതുകൊണ്ടോ? കാരണം യേശുവിനെ ഞാൻ അറിഞ്ഞിട്ട് എന്താ ദൈവമേ എനിക്കിങ്ങനെ വരുന്നതെന്ന് നിങ്ങളിൽ പലരും ചോദിച്ചിട്ടില്ലേ? എന്താ വേണ്ടാത്ത? ചോദിച്ചിട്ടുള്ളവരുന്ന് കാര്യങ്ങൾ ഉയർത്തി കാണിച്ചു. ഞാൻ യേശുവിനെ അറിഞ്ഞിട്ട് എന്താ ദൈവമേ എനിക്ക് പ്രശ്നമെന്ന് ചോദിക്കാത്ര പേരുണ്ടോ അവിടെ? ഞാനും ചോദിച്ചിട്ടുണ്ട്, യേശുവിനെ അറിഞ്ഞിട്ട് എന്താ എൻ്റെ കയ്യിലെ പാണ്ടെന്ന്. ഞാൻ രോഗസൗഖ്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും എന്താ എൻ്റെ പാണ്ടെന്ന് ഞാനും ചോദിച്ചിട്ടുണ്ട്. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് എനിക്കൊരു കാര്യം അറിയാം,
എൻ്റെ ഓരോ അനുഗ്രഹങ്ങളും ഓരോ നന്മകളും അതിനെ ബൈബിൾ പറയുന്ന പ്രിൻസിപ്പിളുകൾ ഞാൻ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുവാൻ ആരംഭിച്ചാൽ അതിനെ തടഞ്ഞു വെക്കാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല, ഒരു ദുഷ്ടനും കഴിയത്തില്ല. ഞാൻ അവിടെ സക്സസ് ആയിക്കൊണ്ടേയിരിക്കും. അടുത്തിരിക്കുന്നവരോട് പറ, ബൈബിൾ ഒരു സക്സസ്ഫുൾ ലൈഫിനെയാണ് പറയുന്നത്. ബൈബിൾ ഒരു സക്സസ്ഫുൾ ലൈഫിനെയാണ് പറയുന്നത്. ഊഹാപോഹമല്ല ബൈബിള്. ഒരാൾക്ക് കിട്ടിയെന്ന് വരും, വേറെ ആൾക്ക് കിട്ടിയില്ലെന്ന് വരും, ഒരാൾക്ക് ലഭിച്ചെന്ന് വരും, വേറെ ആൾക്ക് കിട്ടും. അങ്ങനെയല്ല. എല്ലാവർക്കും അനുഭവിക്കാൻ ഒരു പ്രിൻസിപ്പിൾ ഈ വേദപുസ്തകത്തിലുണ്ട്. അതിനെ ഗ്രഹിക്കുന്നതാണ് വിജയത്തിന്റെ രഹസ്യം. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിൽ പറയുവോ, ആരെങ്കിലും ആ വേർഡിനെ കണ്ടെത്തിയാൽ, അപ്പൊ എല്ലാവരും കണ്ടെത്തുന്നില്ല, അവയെ കിട്ടുന്നവയ്ക്ക് എന്നല്ലോ പറഞ്ഞേ, അവയെ കിട്ടുന്നവർക്ക്. ആരെ കിട്ടുന്നവർക്ക്? അവയെ കിട്ടുന്നവർക്ക് സർവ്വദേഹിക്കും സൗഖ്യമാണെന്ന്. അപ്പൊ എല്ലാവർക്കും അത് കിട്ടുന്നില്ല. ആർക്കെങ്കിലും ആ മേഖലയിൽ, സൗഖ്യത്തിന്റെ വിടുതലിന്റെ മേഖലയിൽ ദൈവവചനം എന്താണോ പറയുന്നത് എന്ന് കിട്ടിയാൽ അയാൾക്ക് സൗഖ്യം ഉണ്ടാകുമെന്ന്. ആമേൻ. അയാൾക്ക് ഡെലിവറൻസ് ഉണ്ടാകുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ചില പ്രിൻസിപ്പിളുകൾ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിച്ചേ ഒക്കത്തുള്ളൂ. ഞാൻ ഗ്രഹിച്ച ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ പറയാൻ ഇത്രയും പറഞ്ഞേ. വലിയൊരു പ്രിൻസിപ്പിൾ എനിക്ക് മനസ്സിലായി. ഇതിനകത്ത് മാത്രമേ ഇന്നത് തുറക്കത്തുള്ളൂ. അത് പറയാൻ എത്ര നേരം എടുത്ത്. നിങ്ങളുടെ തലയിലേക്ക് ഇത്രയും ഷോക്കിംഗ് ട്രീറ്റ്മെന്റ് തന്നത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, എല്ലാം ഇപ്പോഴും അല്ല, സ്വർഗരാജ്യം അല്ലെങ്കിൽ ആത്മലോകം ഈ ഭൗമലോകത്തെ തൊടാൻ, ആത്മലോകം ഭൗമലോകത്തെ സ്പർശിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതിലേക്ക് കടക്കേണ്ടത്? എങ്ങനെയാണ് ഞാൻ അനുഭവിക്കേണ്ടത്? 100 സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ ഇടയ്ക്ക് ആ രഹസ്യം മനസ്സിലായി. ഒരു നല്ല ആമേൻ പറയാവോ? ആർക്കെങ്കിലും ആത്മലോകത്തെ തുറക്കണമെങ്കിൽ ഞാൻ വലിയൊരു കീ തരുവോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കീ വേണോ? ഇറ്റ് സോ സിമ്പിൾ. യേശു ഉയർത്തെഴുന്നേറ്റത് ഗ്രഹിച്ചാൽ മതി. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒന്നും ചെറുതായിട്ട് തോന്നത്തുള്ളൂ, പക്ഷേ ഇത് ഡീപ്പർ 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 ആയൊരു കാര്യമോ. നമ്മൾ കേട്ട് 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 തലയിൽ കയറി കിടക്കുന്നതാ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് എനിക്കറിയാം എന്ന് മാത്രമോ. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ശരിക്കും ഒരാൾക്ക് മനസ്സിലാകുന്ന നിമിഷം, മനസ്സിലാകേണ്ട വിധത്തിൽ വിശദീകരിക്കാൻ അടുത്ത ആഴ്ചകളിൽ ഞാൻ ശ്രമിക്കാം. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഉറപ്പൊന്നുമില്ല, പക്ഷെ എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഒരു നല്ല ആമേൻ പറഞ്ഞേ. പക്ഷേ ആർക്കെങ്കിലും ശരിയായ ഡീപ്പർ ലെവൽ മനസ്സിലായാൽ അയാൾ സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന് കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ഓ, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയട്ടെ. നിങ്ങൾ റെഡിയാണോ കേൾക്കാൻ? ഉത്സാഹം പോയി. കൈയടിച്ചൊരു ആമേൻ പറ. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് ഭൂമിയെ തൊടാൻ പറ്റിയ ദിവസമാണ് എന്നു പറയട്ടെ, കാൽവറിയിൽ യേശു മരിച്ച ദിവസം. കുറച്ചും കൂടെ കയറി പറയാം, പിശാചിനെ ഭൂമിയുടെ മേലുള്ള സകല ആധിപത്യവും പൊളിച്ചടക്കിയ ദിവസമാണ് കാൽവറിയിൽ യേശു മരിച്ച ദിവസം. എന്നാൽ അവന്റെ സകല ആധിപത്യവും യേശുവിന്റെ കയ്യിൽ റിട്ടേൺ വന്ന ദിവസമാണ് യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം. കർത്താവിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ വചനത്തിൽ പണിയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൽ ആയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിലും ജീവിക്കുവാനായി കഴിയും. ദൈവവചനത്തോടൊപ്പമായിരുന്നാട്ടെ, അത് നമ്മളെ വഴി നടത്തുന്ന ഒന്നാണ്. നിങ്ങളുടെ ലൈഫിലുടനീളം ആ നന്മയിലും അനുഭവത്തിലും ജീവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. പത്തനംതിട്ട ഇലന്തൂരിൽ നിന്നാണ് വരുന്നത്. സിസ്റ്ററിൻ്റെ പേര് വത്സമ്മ തോമസ്. വലതുകാലിൻ്റെ പാദം ഷുഗർ വന്ന് പൊട്ടി പഴുപ്പ് വരുമായിരുന്നു. കഴിഞ്ഞ ഡെലിവറൻസ് മീറ്റിങ്ങിന് തിരുവല്ലായിൽ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. കാലിന്റെ തൊലി അങ്ങ് പോകും. എത്ര നാളായിട്ട് അമ്മയ്ക്ക് അങ്ങനെ? ഞാൻ 5-6 വർഷം കഴിഞ്ഞ കോവിഡിൻ്റെ അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം വന്നു. പിന്നെ വീണ്ടും വന്നു. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഞാൻ ബ്രദറും പ്രാർത്ഥിച്ചു. ഇപ്പം നടന്നു വന്ന് ഞാൻ സൗഖ്യമായി. നേരത്തെ അമ്മയ്ക്ക് നടന്നു പോകാനൊക്കത്തില്ലേ? നടന്നു പോകാം, പക്ഷെ അങ്ങ് വലിയ കാലിനെ കെട്ടിവെച്ചോണ്ടായിരുന്നു പോകുന്നു. അടിയിലായിരുന്നു. കാലിന്റെ അടിയിലാണ്. അടിയിൽ തൊലി അങ്ങ് പോയിട്ട് ദശ കളിക്കത്തില്ല. പിന്നെ കാലിന് നീരും വന്നു. അത് എത്ര 5-6 കൊല്ലമായിട്ടുള്ളതാ? 5-6 കൊല്ലമായിട്ടുള്ളായിരുന്നു. പ്രാർത്ഥിച്ച് രണ്ടാമത് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ.
അമ്മ ഡയബറ്റിക് ആയിരുന്നു. അതുകൊണ്ട് അമ്മയുടെ കാലിൻ്റെ അടിയിൽ തൊലി മുഴുവൻ പോകുമായിരുന്നു. 6-7 കൊല്ലമായിട്ട് ആ തൊലി വരത്തില്ലായിരുന്നു. അന്ന് അമ്മ ഇപ്പോൾ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മീറ്റിങ്ങിന് വന്ന് പ്രാർത്ഥിച്ചു, ആ കാലിൽ തൊലി തിരിച്ചു വന്നു, അമ്മയുടെ കാല് നോർമലായി, നടക്കാൻ പറ്റും എന്നാ പറയുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ സന്തോഷമെടുക്കാം. ബ്രദറെ, അമ്മയുടെ പേര് സരോജിനി, തിരുവല്ലയിൽ നിന്ന് വരുന്നു. അമ്മയ്ക്ക് പറയാനുള്ള സാക്ഷ്യം, 2023 ഫെബ്രുവരി 8 തീയതി അമ്മയുടെ കാലൊടിഞ്ഞു. 11 മാസം വോക്കറിലും സ്റ്റിക്കറിലും ആയിരുന്നു അമ്മ ആശ്രയിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ മീറ്റിങ്ങിന് കടന്നു വരികയും അമ്മയ്ക്ക് പൂർണ്ണ വിടുതൽ ലഭിച്ചു എന്നാണ് പറയുന്നത്. അതായത് വാക്കറിലാണ് അമ്മ നടന്നിരുന്നേ. അതെ, ഇപ്പോ അമ്മ വാക്കറില്ലാതെ നടക്കാൻ തുടങ്ങി. അതെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചിരുന്നേ. ആമേൻ. അത് മാത്രമല്ല, അമ്മ മുടന്തിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. മുടന്തിയാ നടന്നുകൊണ്ടിരുന്നത്. ചാടിയാ നടന്നുകൊണ്ടിരുന്നത്. ചാട്ടായിരുന്നു, ഭയങ്കര ചാട്ടായിരുന്നു. ചട്ടായിരുന്നു. ആയിരുന്നു. ഈ ജനുവരിയില് ചർച്ച് വന്നു, അന്ന് സൗഖ്യമായി. ഞാൻ ആ ഹോളി കൂടെ എല്ലാം ഓടി നടന്നു. ഇപ്പൊ എനിക്ക് ചട്ടില്ല. കമ്പി കിടക്കുവാ, 2 കമ്പി കാലയില്. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 കമ്പി. ചട്ടില്ല. ഇല്ല, ചട്ടില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നിങ്ങൾക്ക് പറഞ്ഞത് എങ്ങനെയാ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അമ്മയുടെ ആ സന്തോഷം അത് വെളിപ്പെടുന്ന പറച്ചിൽ അറിയാം കേട്ടോ. സന്തോഷമായിട്ട് പോയിട്ട് അമ്മേ, ദൈവം അനുഗ്രഹിക്കട്ടെ. അത് മാത്രമല്ല, ഒരു സാക്ഷ്യം കൂടെ ഉണ്ട് അമ്മയ്ക്ക്. ഒരു സാക്ഷ്യം കൂടെ പറയുന്നത് 2022 മാർച്ച് മാസം, ഒരുപാട് സാക്ഷ്യമുണ്ട്. മാർച്ച് മാസം അമ്മ വേദപുസ്തകം വായിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും അമ്മയുടെ 2022 മൂർക്കം പാമ്പ് കയറി. അമ്മ പെട്ടെന്ന് എണീറ്റ് മാറിയപ്പോഴത്തേക്ക് ആ മൂർക്കം പാമ്പ് 10 വിടർത്ത് നിൽക്കുമായിരുന്നു. അമ്മ പറഞ്ഞ, കർത്താവ് വലിയൊരു ആപത്തിൽ നിന്ന് അമ്മയെ വിടുവിച്ചു എന്നാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷമായിട്ട്. ഈ കുട്ടിയുടെ പേര് ഷിബിൻ എന്നാണ്, പുല്ലാട് നിന്നാണ് വരുന്നത്. പുല്ലാട്. ഓക്കെ. ഇവൾക്ക് 12 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. 12 കൊല്ലമായിട്ട് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. 4 വർഷമായിട്ട് ശ്വാസമുട്ടലും ഉണ്ടായിരുന്നു. ഈ രോഗത്താൽ ഈ കുട്ടി ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ ഡിസംബറിൽ നമ്മുടെ ഇവിടുത്തെ മീറ്റിങ്ങിൽ വെച്ച് ബ്രദർ ദേഹത്തോട് തന്നെ വിളിച്ച് പറയുവാനിടയായി, നിനക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടെന്ന് പറയുവാനിടയായി. ഇവൾ പറഞ്ഞു, എനിക്ക് ആ തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആ നിമിഷം മുതൽ ഈ സമയം വരെയും അങ്ങനെ ഒരു രോഗം അവളെ അലട്ടിയിട്ടില്ല. ഹല്ലേലൂയ. ശ്വാസമുട്ടൽ എന്ന രോഗം പിന്നീട് അവളെ തൊട്ടിട്ടില്ലെന്നാണ് സാക്ഷീകരിക്കുന്നത്. മോളുടെ പേര് പറഞ്ഞേ? ഷിബി. മോളോട് മോളി പറഞ്ഞു ശരിയാണോ? 12 കൊല്ലമായിട്ട് 2-3 ദിവസം കൂടി നിൽക്കുമായിരുന്നു. 2-3 ദിവസം കൂടി മൈഗ്രെയിൻ വരുമായിരുന്നു. 4 വർഷമായിട്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശരിയാ? രണ്ടും പരിപൂർണ്ണമായിട്ട് മാറി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് സന്തോഷമായിട്ട് പോയത്. ദൈവിക അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. ജീവിക്കുന്ന ക്രിസ്തുവിനെ നാം അനുഭവിക്കുന്നത് പലപ്പോഴും അത്ഭുതങ്ങളിലൂടെയാണ്. കർത്താവ് ചെയ്യുന്ന സൗഖ്യത്തിലൂടെ, എന്നോട് സംസാരിക്കുന്ന വചനങ്ങളിലൂടെ, കർത്താവിൻ്റെ പ്രവൃത്തിയെ കണ്ടറിഞ്ഞിട്ടാണ് പലപ്പോഴും ജീവിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അനുഭവിക്കുവാനായി കഴിയുന്നത്. ഓരോ ദിവസവും പുതിയ അത്ഭുതങ്ങളിൽ എന്നും അനുഭവിക്കാൻ കഴിയുന്ന ആ ക്രിസ്തുവിൻ്റെ നിറവിൽ ആയിരിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. തൻ്റെ വീടിനകത്ത് സ്റ്റെയറിൻ്റെ സൈഡിലിരുന്നിട്ട് ആ കോണിനോട് ചേർന്നിരുന്ന് ഈ പ്രോഗ്രാം കാണുന്നൊരു വ്യക്തി എനിക്ക് കാണാം. ആ വ്യക്തി മനസ്സുകൊണ്ട് ഒത്തിരി നുറുങ്ങിയിട്ടായിരിക്കും. തൻ്റെ ശരീരത്തിലായിരിക്കുന്ന രോഗമാണ് ഒരു കാരണം. രണ്ടാമത് തൻ്റെ ജീവിതത്തിലായിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണ് അടുത്ത കാരണം. കർത്താവിൻ്റെ കരം ആ വ്യക്തിയെ തൊടുന്നത് കാണാം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ രോഗത്തിൻ്റെ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ അപ്പ. പൂർണ്ണമായൊരു സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പ. പൂർണ്ണമായൊരു സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പ. അതേപോലെ തന്നെ തൻ്റെ ജീവിതത്തിലായിരിക്കുന്ന ഞെരുക്കത്തിൽ നിന്നും കർത്താവെ അവിടുന്ന് വിടുവിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ആ ഞെരുക്കത്തിൽ നിന്ന് അവിടുന്ന് വിടുവിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കായി സ്തോത്രം അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അതോടൊപ്പം തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ കാണാം. ഹല്ലേലൂയ.
എൻട്രൻസ് എക്സാം പോലെ ചില കാര്യമാണ് ചെയ്യുന്നത്. ഏതോ ഒന്നുകിൽ ജോലിക്ക് ഉള്ള പ്രവേശനം, അല്ലെങ്കിൽ ഏതോ ഹയർ സ്റ്റഡീസിനുള്ള പ്രവേശനം. കർത്താവേ, അപ്പാ നിൻ്റെ കൃപ ചലിക്കണം അപ്പാ, മോളുടെ മേൽ നിൻ്റെ കൃപ ചലിക്കണം അപ്പാ, കാര്യത്തിന്മേൽ അവിടുത്തെ പ്രവൃത്തി ഉണ്ടാക്കണം അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, സ്വർഗീയ പിതാവെ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ അവിടുന്ന് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു, അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. കണങ്കാലിൽ പ്രയാസമായിട്ടായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. അപ്പോൾ ജീവിക്കുന്നൊരു ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്ന ആ കൃപയ്ക്കായി സ്തോത്രം അപ്പാ. ഈ കുടുംബങ്ങളിൽ അത് ചലിക്കട്ടെ അപ്പാ. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും അത് ചലിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവയോട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. അവൻ്റെ നിറവിലും കൃപയിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. ആമീൻ.